നമസ്കാരം. മാസങ്ങളുടെ പ്ലാനിങ്ങും സന്ദർഭത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനുമൊടുവിലാണ് ഗോവിന്ദചാമിയുടെ അതിസമർത്ഥമായ ജയിൽ ചാട്ടം. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. രാത്രിയിലും കണ്ണു തുറന്നിരിക്കുന്ന ജയിൽ സുരക്ഷാ ജീവനക്കാരുടെയും അത്യാധുനിക CCTV ക്യാമറകളുടെയും കണ്ണ് വെട്ടിച്ചുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ട നീക്കങ്ങൾ അതീവ ശ്രദ്ധാപൂർവമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും രക്ഷപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സംശയങ്ങളോ സൂചനകളോ നൽകാതെ ആദ്യ അവസരത്തിൽ തന്നെ അയാൾ കടന്നു കളയാൻ കണ്ടെത്തിയ രീതികളെല്ലാം തന്നെ ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ളതായിരുന്നു. അയാൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. ആരോഗ്യം ബലപ്പെടുത്തുക, അനായാസം സെല്ലിലെ കമ്പികൾക്കിടയിലൂടെ ഊർന്നിറങ്ങാനായ ശരീരം പരുവപ്പെടുത്തി എടുക്കുക തുടങ്ങിയവയൊക്കെ ആയിരുന്നു പ്രാഥമിക ലക്ഷ്യം. ശരീരഭാരം കുറയ്ക്കുക എന്നതായിരുന്നു ഇയാളുടെ ആദ്യ ലക്ഷ്യം. അസുഖമുണ്ട് എന്ന് അധികൃതരെ അറിയിച്ച് ഡോക്ടറുടെ അടുത്ത് ഇയാൾ എത്തിപ്പെടുന്നു. തനിക്ക് ജയിലിലെ ഭക്ഷണങ്ങളോട് താല്പര്യമില്ല എന്നും ശരീരത്തെ അത് ബാധിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞ ഡോക്ടറെ വിശ്വസിപ്പിക്കുന്നു. അരിയാഹാരം കഴിക്കുന്നത് ശരിയാകുന്നില്ല എന്ന അഭ്യർത്ഥനയിൽ ഡോക്ടറുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങി ചപ്പാത്തി മാത്രം കഴിച്ചു. ഇതുവഴി ശരീരഭാരം പകുതിയായി കുറച്ചു. ശരീരഭാരം പെട്ടെന്ന് കുറയുന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാൾ അസുഖബാധിതനാണെന്ന തരത്തിൽ അസാധാരണ പെരുമാറ്റം പ്രകടമാക്കുന്നു. ഇതിനിടയിൽ തൻ്റെ ജയിൽ ചാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഗോവിന്ദചാമി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അവിടെ നിന്നും ഹാക്സ ബ്ലേഡ് സംഘടിപ്പിക്കുന്നു. ദിവസങ്ങളായി കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമം തുടങ്ങി. സെല്ലിലെ 2 കമ്പികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്. താഴത്തെ കമ്പികളാണ് മുറിച്ചത്. ഉപ്പ് വെച്ച് കമ്പികൾ തുരുമ്പടിപ്പിച്ചു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായി മഴയുള്ള സമയം തിരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയും ഇയാൾ മുതലെടുത്തു എന്നാണ് അറിയുന്നത്. ജയിൽ തടവുകാർ ഉറക്കത്തിലാകാനും അയാൾ കാത്തിരുന്നു. ഇരുട്ട് മൂടിയ സന്ദർഭത്തിൽ പുലർച്ചെ 1 മണിക്ക് ശേഷം അയാൾ മുറിച്ചു മാറ്റിയ അഴികൾക്കിടയിലൂടെ ഊർന്നിറങ്ങി. 2 വലിയ ഡ്രമ്മുകൾ വെച്ച ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് ഇയാൾ കയറിയത്. സെല്ലുകൾക്കുള്ളിൽ CCTV ഇല്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഫെൻസിങ്ങിൽ വൈദ്യുതിയുമില്ല. ഇതയാൾ ഉറപ്പിച്ചിരുന്നു. ഇതുറപ്പാക്കിയ ശേഷമാണ് അയാൾ പുറത്തേക്കുള്ള വഴിയും കണ്ടെത്തിയത്. അതിസുരക്ഷാ ജയിലിൽ നിന്നിറങ്ങിയ ഗോവിന്ദചാമി വൈകാതെ ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങിയാണ് ഇവിടുത്തെ മതിലിനടുത്ത് എത്തിയതെന്ന് ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. തുടർന്ന് തുണി ഉപയോഗിച്ച വടമുണ്ടാക്കി മതിലിന് മുകളിലെ ഫെൻസിങ്ങിലേക്ക് എറിയുകയായിരുന്നു. പിന്നീട് ഇതുവഴി പുറത്തേക്ക് ചാട്ടം. വടം കെട്ടാൻ തുണികൾ ദിവസങ്ങളോളം എടുത്താണ് ശേഖരിച്ചതെന്ന് വ്യക്തമായി. ഇതെല്ലാം തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് സംശയം ജനിപ്പിക്കുന്ന കാര്യം. ജയിലിലെ 2 മതിൽ കടക്കാതെ ഗോവിന്ദചാമിക്ക് പുറത്തെത്താൻ സാധിക്കില്ല. കൊടും കുറ്റവാളികൾക്കുള്ള 68 സെല്ലുകൾ ഉൾപ്പെട്ട 10ാം ബ്ലോക്കിലെ ഒരു സെല്ലിൽ ഒറ്റയ്ക്കാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. ഈ ബ്ലോക്കിന് ചുറ്റും ഒരു ചെറിയ മതിലുണ്ട്. അതിന് പുറത്ത് വലിയൊരു മതിൽ കൂടിയുണ്ട്. രാത്രി ജയിലിൽ പട്രോളിങ്ങും ഉണ്ടാകും. എന്നാൽ പുലർച്ചെ മതിലിൽ കിടന്ന വടം കണ്ടാണ് അധികൃതർ ഓരോ സെല്ലുകളിലായി പരിശോധന നടത്താൻ തുടങ്ങിയത്. ഗോവിന്ദചാമി കിടന്നിരുന്ന ബ്ലോക്കിലെത്തിയപ്പോൾ മാത്രമാണ് ചാടിപ്പോയത് ഗോവിന്ദചാമിയാണെന്നിവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ജയിൽ ചാട്ടം കഴിഞ്ഞ് 3 മണിക്കൂറോളം കഴിഞ്ഞിരുന്നു. ചുവരിനോട് ചേർന്നായിരുന്നു ഇയാൾ സാധാരണമായി കിടന്നിരുന്നത്. ഇരുള് പടർന്നിരുന്ന ആ ഒരു ഏരിയ അയാൾ തിരഞ്ഞെടുത്തത് പുറത്തുനിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടിയാകാം. മഴയുള്ളതിനാൽ പുതച്ചു മൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവിന്ദചാമി കിടന്നത്. കൊതുകുവലയും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ജയിലധികൃതരുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയായിരുന്നു. 1:10 ഒരു വാർഡൻ വന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പുതച്ചു മൂടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു. എന്നാൽ തുണിക്കെട്ട് ചുരുട്ടിക്കെട്ടിയതായിരുന്നു അത്. രാവിലെ 6 മണിയോടെയാണ് ജയിൽ ചാട്ടം പോലീസ് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് 7 മണിയോടെ പോലീസ് സംസ്ഥാനമാകമാനം വിവരങ്ങൾ കൈമാറി തിരച്ചിൽ ആരംഭിച്ചു. അപ്പോഴേക്കും ജയിൽ ചാടി 6 മണിക്കൂറുകളോളം പിന്നിട്ടിരുന്നു. ഇന്ന് പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെക്കുറിച്ച് വിവരങ്ങളുമായി പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ 3ഓളം പേർ കൃത്യമായി വിവരം നൽകി. തലാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഇയാൾ. 10:30ഓടെയാണ് ഈ ഒരു ആളൊഴിഞ്ഞ വീട്ടിലെ കിണറിൽ നിന്ന് ഇയാളെ, ഈ കൊടും ക്രിമിനലിനെ കണ്ടു കിട്ടുന്നത്.